സ്വയംഭോഗം ഹറാമാണോ? അതെ, സ്വയംഭോഗം ഹറാം, നിഷിദ്ധം തന്നെയാണ്. വികാരശമനത്തിന് ഹലാലായ മാർഗങ്ങളില്ലാത്തവർ നോമ്പിലൂടെ അത് ശമിപ്പിക്കണമെന്നാണ് ശരീഅത്ത് പറയുന്നത്. സ്വയംഭോഗം ശരീരത്തിനും ബുദ്ധിക്കും ഏറെ ദോഷം ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു. ശരീഅത്ത് ഇത് ഇത്ര ശക്തമായി നിഷിദ്ധമാക്കിയതിൽ നിന്ന് തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യന്റെ ശരീരത്തിനും ബുദ്ധിക്കും ഏറെ പ്രാധാന്യവും മഹത്വവും നൽകുന്നതാണ് ഇസ്ലാമിന്റെ നിയമങ്ങളും കാഴ്ചപ്പാടുകളും. അതിലുപരി സ്വയംഭോഗം പതിവാക്കുന്നവർ പിന്നീട് അതിന് അടിമയാകുകയും വൈവാഹിക ജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വികാരശമനത്തിനായി മറ്റു മാർഗങ്ങൾ അവലംബിക്കുകയാണ് വേണ്ടത്. സാധ്യമായാൽ എത്രയും വേഗം വിവാഹം കഴിക്കാനാണ് ഇസ്ലാം ഉപദേശിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹത്തിന് സാധിക്കുമെങ്കിൽ അവൻ അത് ചെയ്തുകൊള്ളട്ടെ എന്ന പ്രവാചക വചനം അതാണ് സൂചിപ്പിക്കുന്നത്. അതിന് സാധിക്കാത്തവൻ നോമ്പെടുക്കാനാണ് പ്രവാചകർ ഉപദേശിക്കുന്നത്. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ വികാരങ്ങളെ നിയന്ത്രിക്കാനാകും. വികാരമുണർത്തുന്ന ദൃശ്യങ്ങൾ കാണാതിരിക്കുന്നതും അത്തരം സംഗീതങ്ങളോ മറ്റോ കേൾക്കാതിരിക്കുന്നതും ഇതിന് ഉപകരിക്കും. നല്ല കൂട്ടുകെട്ടും ആരാധനാകർമ്മങ്ങളിൽ സമയം ചെലവഴിക്കുന്നതും ചിന്തകളെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ സഹായിക്കും. പലപ്പോഴും ഇത്തരം ദുശ്ചിന്തകളാണ് തെറ്റുകളിലേക്ക് നയിക്കുന്നത്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിൽ മുഴുകുന്നതും ഇത്തരം രഹസ്യദോഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായകമാണ്. ഉറക്കറയിലെ ദൃശ്യങ്ങളും വെളിച്ചവും വിരിപ്പിലെ ചിത്രങ്ങൾ പോലും വികാരം ഇളക്കിവിടാൻ കാരണമായേക്കാം. അവയും വേണ്ടവിധം സംവിധാനം ചെയ്യുന്നത് നല്ലതാണ്. ഹറാമിൽ നിന്ന് രക്ഷപ്പെടുക എന്ന നല്ല ഉദ്ദേശത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രതിഫലം ലഭിക്കുമെന്നതുകൂടി ഓർക്കുക. ഒരു വിശ്വാസിയുടെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ പ്രീതിക്കായി ധന്യമാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം നമുക്കും ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.